പ്രിയപ്പെട്ടവരെ, ഒരു പാട്ട് പാടാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. എൻ്റെ പാട്ടൊക്കെ വളരെ മോശമാണ്. പടുപാട്ടൊന്നും പാടാത്ത കഴുതയില്ല എന്ന് പാടിയ മഹാകവി കുമാരനാശാനെ ഓർത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഗാനാലാപം ആരംഭിക്കുകയാണ്. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. ഇതിങ്ങനെയൊന്നുമല്ല പാടേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതായതുകൊണ്ട് പാടാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ ആരെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന യശശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ്റെ മുഖമാണ് ഇത് പാടുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഈ മന്ത്രിസഭ രൂപീകരണ സമയത്ത്, മന്ത്രിസ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്ന സമയത്ത് ടി വി ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത, മനോരമയിലെ അടക്കം കണ്ട വാർത്ത, ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിയാവും എന്നാണ്. സ്പോർട്സ്, യുവജനക്ഷേമം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണം, ഇങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പ് അദ്ദേഹത്തിന് കിട്ടും. ആഭ്യന്തരമോ റവന്യൂ ഒന്നുമല്ല, അല്ലെങ്കിൽ എക്സൈസോ സാംസ്കാരികമൊന്നുമല്ല. ആ ചാണ്ടിയെ കൊണ്ട് ഭരിക്കാവുന്ന ഒരു ചെറിയ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഞാനും അങ്ങനെ വിചാരിച്ചു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറില്ലാതെ ഒരു മന്ത്രിസഭ UDF രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ഒരു ബർത്ത് കൊടുക്കുന്നത് ന്യായമാണ്. പക്ഷേ അവസാനം വന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ എന്ത് പറ്റി? ഈ റോജി M. ജോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കേരളത്തിൽ മന്ത്രിയായി. അതിലും തെറ്റൊന്നുമില്ല, പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ റോജിക്ക് കത്തോലിക്ക തിരുസഭയുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു കത്തോലിക്കൻ, സുറിയാനി കത്തോലിക്കൻ വേണം എന്ന് സഭാപിതാക്കന്മാർക്ക് തോന്നി. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ്റെ പേര് വരെ വെട്ടിയിട്ട് റോജി M. ജോൺ മന്ത്രിയായി. പാവപ്പെട്ട ചാണ്ടി ഉമ്മന് പിന്തുണ കൊടുക്കാനായിട്ട് പരിശുദ്ധ കാതോലിക്ക ബാവയോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയോ അതുപോലെ മലയാള മനോരമ പത്രം പോലുമോ സജീവമായിട്ട് രംഗത്ത് വന്നില്ല. അതുകൂടി സത്യമാണ്. പക്ഷേ ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസ്ഥാനമൊക്കെ വളരെ അപ്രസക്തമാണ്. അദ്ദേഹത്തിന് വലിയൊരു മേൽവിലാസമുണ്ട്. അദ്ദേഹം പുതുപ്പള്ളിയുടെ മകനാണ്, കേരളത്തിൻ്റെ മുഴുവൻ മകനാണ്, എല്ലാവരുടെയും വാത്സല്യഭാജനമാണ്, സ്നേഹഭാജനമാണ്. എല്ലാത്തിലും ഉപരി അദ്ദേഹം യശശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്. പുള്ളി അത് പിറ്റേ ദിവസം തന്നെ TV ചാനലിൽ ഒന്ന് പറഞ്ഞു, എനിക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണമെന്നില്ല, അതൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല, ഞാനങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ നല്ലവരായ നാട്ടുകാർ അദ്ദേഹത്തെ വാഹനം തടഞ്ഞു നിർത്തുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയും ഹാരാർപ്പണം നടത്തുകയും ഷാളാണിക്കുകയൊക്കെ ചെയ്തു. പോകുന്ന വഴിയിലെമ്പാടും MC റോഡിലെമ്പാടും ഇദ്ദേഹത്തിൻ്റെ പടം വെച്ച ഫ്ലെക്സുകളുണ്ട്. തിരുവനന്തപുരത്തും അത് തന്നെ സ്ഥിതി. ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ സങ്കടപ്പെട്ടിട്ടാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവും സഹോദരിയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തില്ല. ചാണ്ടി ഉമ്മൻ കാൽനടയായിട്ട് അവിടെ എത്തുകയും ആരാധകരുടെയൊക്കെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങി അവിടെ സർവാണി സദ്യയിൽ പങ്കെടുത്ത് തിരിച്ചു പോയിച്ചു. അടുത്ത ദിവസം അദ്ദേഹം നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വന്നത് ഒരു ഇലക്ട്രിക് സൈക്കിളിലായിരുന്നു. തിരുവനന്തപുരത്തുകാർ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ എഴുന്നള്ളത്തടക്കം കണ്ടിട്ടുണ്ട്. ചിത്തിര തിരുനാൾ ഒരു കയ്യിൽ കുടവാളുമായിട്ട് ഈ പത്മനാഭദാസനായിട്ട് ആറാട്ടിനെ എഴുന്നള്ളുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ സൈക്കിളിൽ എഴുന്നള്ളുന്ന ഒരു ചക്രവർത്തി കുമാരനെ അവർ കണ്ടിട്ടില്ല. പല ആളുകളുടെ എഴുന്നള്ളത്ത് കണ്ടിട്ടുണ്ട്. കരുണാകരൻ്റെ, പട്ടം താണുള്ള സാറിൻ്റെ, പിന്നെ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ്റെ 40 വാഹനങ്ങളുടെ, ആംബുലൻസിൻ്റെ, ഫയർ എഞ്ചിൻ്റെ, പാറ്റൻ ടാങ്കിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി നടത്തുന്ന എഴുന്നള്ളത്ത് വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ എഴുന്നള്ളത്ത് ഈ പറഞ്ഞതിനൊക്കെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ജഗതിയിലുള്ള വീട്ടിൽ നിന്ന് ഒരു ഇലക്ട്രിക് സൈക്കിൾ ചവിട്ടി നിയമസഭാ കവാടത്തിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയായിട്ട്, അകമ്പടിയായിട്ട് ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും ആരാധകരും അനുയായികളുമൊക്കെ ആ മോട്ടോർ സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ ആയിട്ട് പുറകെ വരും. ഇദ്ദേഹം ഒരു ഹരിത MLA ആയതുകൊണ്ടാണ് ഈ സൈക്കിളിൽ ഓട്ടിപ്പോയത്. കാരണം അന്തരീക്ഷ മലിനീകരണം പുള്ളിക്ക് ഇഷ്ടമല്ല. പുതുപ്പള്ളി ഗാന്ധി എന്ന പേരിൽ പുള്ളി അറിയപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അദ്ദേഹം അടുത്ത ദിവസം തൊട്ട് നിയമസഭയിൽ ഒരു ഗാന്ധി തൊപ്പി വെച്ച് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വസുദൈവ കുടുംബകം എന്ന ആശയത്തിന് വേണ്ടി അനവരതം പ്രവർത്തിക്കുന്ന ഈ ചാണ്ടി ഉമ്മൻ വരുന്ന ആളുകൾ ഒരു വലിയ അധികാര കേന്ദ്രമായിട്ട് മാറുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഈ നാടിൻ്റെ ഒരു ധാർമ്മിക ശക്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഒരു മന്ത്രിയുടെ പവറിനേക്കാൾ എത്രയോ വലുതാണ് ഈ ധാർമ്മിക ശക്തി. മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു, മറ്റാളുകൾക്കും ഇല്ലാത്തതുമായ ഒരു കാര്യം ഇതാണ്. മഹാത്മാഗാന്ധിക്ക് എന്തുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് ധാർമ്മിക ശക്തി ഉണ്ടായിരുന്നു. അത് അണ്ണാ ഹസാരേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. പണ്ട് മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 35 കൊല്ലം നീണ്ട CPM സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോൾ അതുപോലുള്ളൊരു ധാർമ്മിക ശക്തി ചാണ്ടി ഉമ്മനുണ്ട്. ചാണ്ടി ഉമ്മന് അധികാരം വേണ്ട,
ചാണ്ടി ഉമ്മന് പാർട്ടിയിലോ സംഘടനയിലോ വലിയ പദവികൾ വേണ്ട. അദ്ദേഹം ചാണ്ടി ഉമ്മനാണ്. ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡവന്മാരും കൗരവന്മാരും ഒരേ സമയത്ത് ശ്രീകൃഷ്ണനെ തങ്ങളുടെ ഭാഗത്ത് കൂടെ നിർത്താനായിട്ട് ആഗ്രഹിച്ചു. അത് വലിയ ചരിത്ര സംഭവമാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അർജുനനും അതുപോലെ ദുര്യോധനനും ഒരുമിച്ചാണ് പോയത്. ദുര്യോധനൻ ഇദ്ദേഹത്തിൻ്റെ തലഭാഗത്തിരുന്നു, അർജുനൻ കാൽഭാഗത്തിരുന്നു. ശ്രീകൃഷ്ണൻ കള്ള ഉറക്കം നടിച്ച് കിടക്കരുന്നു. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യം കണ്ട അർജുനൻ. എന്താ അർജുന വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ പിന്തുണ ചോദിച്ച് വന്നതാണ്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ഞാനും അതിനെ വേണ്ടി തന്നെ വന്നതാണ്. ദുര്യോധനൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ കൂടെയുള്ള 18 അക്ഷോഹിണി പട്ടാളത്തിൽ തന്നാൽ മതി. പുള്ളി പറഞ്ഞ് എടുത്തു, പൂർണ്ണമായിട്ട് എടുത്തു. പീരങ്കി പാറ്റണ്ടാങ്കും എല്ലാം കൊണ്ടുപോയി. അർജുനൻ എന്ത് പറഞ്ഞു? അർജുൻ പറഞ്ഞു എനിക്ക് ഭഗവാൻ നിരായുധനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, എൻ്റെ തേര് തെളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം ഭഗവാന്റെ ധാർമ്മിക ശക്തി എത്ര വലുതാണെന്നുള്ളത് അർജുനൻ അറിയായിരുന്നു. ഈ പൊട്ടനായ ദുര്യോധനൻ അറിയില്ലായിരുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ നിന്ന് നേതാക്കന്മാരായവരാണ് PC വിഷ്ണുനാഥും അതുപോലെ നമ്മുടെ ഷാഫി പറമ്പിലുമൊക്കെ. അവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ അനുയായികളെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഗുഡ്വില്ലാണ് ഉപയോഗിച്ചത്. നേരെ മറിച്ച് ചാണ്ടിക്ക് അതൊന്നും വേണ്ട. ചാണ്ടിക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്ന മേൽവിലാസം മാത്രം മതി, ധാർമ്മിക ശക്തി മാത്രം മതി. കാരണം അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടെയാണ്. യഥോ ധർമ്മസ്തതോ ചെയ്യാന്ന് പറഞ്ഞത് ചാണ്ടിയുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. വരും ദിവസങ്ങളിൽ പുതുപ്പള്ളി ഗാന്ധി എന്നല്ല കേരള ഗാന്ധിയായിട്ട് തന്നെ ചാണ്ടി ഉമ്മൻ അറിയപ്പെടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. വെറും തോന്നലല്ല. ഞാൻ ഈ രാഷ്ട്രീയത്തെ അടുത്തുനിന്നും അകലെ നിന്നും നിരീക്ഷിക്കാൻ തൊട്ട് കൊല്ലം തുടങ്ങി. ഏറ്റവും കുറഞ്ഞ 50 കൊല്ലമില്ലേ. എൻ്റെ 50 കൊല്ലത്തെ ഈ നിരീക്ഷണത്തിനിടയിൽ ഇതുപോലെ ധാർമ്മിക ശക്തിയെ ഉദ്ദീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടില്ല. അതുകൊണ്ട് വരും നാളുകൾ ചാണ്ടി ഉമ്മൻ്റെയാണ്. ഇത് മനോരമയുടെ എഡിറ്റോറിയൽ പോലെ അല്ല കേട്ടോ. നിങ്ങൾ കടലാസുള്ളവർ എഴുതി വെച്ചു, മുദ്രപത്രമുള്ളവർ മുദ്രപത്രത്തിൽ എഴുതി വേണമെങ്കിൽ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെച്ചു. ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പിടിച്ചാൽ കിട്ടില്ല. യാതൊരു സംശയവും വേണ്ട. വരും നാളുകൾ, വരുന്ന വർഷങ്ങൾ, വരുന്ന മാസങ്ങൾ, വരുന്ന ദിവസങ്ങളെല്ലാം ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുപ്പള്ളി ഗാന്ധിയായിട്ട് കരുതപ്പെടുന്ന, ഭാവിയിൽ കേരള ഗാന്ധിയായിട്ടല്ല ദേശീയ ഗാന്ധിയായിട്ട് അല്ലെങ്കിൽ ലോക ഗാന്ധിയായിട്ട് മഹാത്മാഗാന്ധി രണ്ടാമനായിട്ട് അറിയപ്പെടാൻ പോകുന്ന ഈ ചെറുപ്പക്കാരൻ്റെയാണ്. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ നാളുകൾ പുലരട്ടെ. കേരളത്തിലും രാജ്യത്തും ലോകത്തെമ്പാടും സമാധാനം ഉണ്ടാകട്ടെ. ലോക സമസ്തവും സുഖിനോ ഭവന്തു.